മനുഷ്യനെന്നത് നന്ദികെട്ട ജീവിയാണ് എന്ന് പണ്ട് ആരൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. അത് സത്യമാണെന്ന് ചില കൂട്ടരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. 2014 മുതൽ ഒരു മനുഷ്യൻ ഒരേ ഒരു പോയിന്റിൽ തന്നെ നിന്നുകൊണ്ട് നരേന്ദ്രമോദിക്കെതിരെ പോരടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ 2026-ലും ഭാവി പ്രധാനമന്ത്രി എന്ന സ്വപ്നവും കണ്ടുകൊണ്ട് അതിനിടയിൽ പ്രധാനമന്ത്രിയാവാൻ വേണ്ടിയിട്ടുള്ള കോട്ടും സൂട്ടുമൊക്കെ തയ്പ്പിച്ച് വെച്ചിട്ട് അത് എത്രയോ തവണ അത് ചിതലരിച്ചു പോയി. എന്നിട്ടും ആ സ്വപ്നവും മോഹവും കൈവിടാതെ ഇപ്പോഴും അതിനായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാവം മനുഷ്യൻ, രാഹുൽ ഗാന്ധി എന്ന പാവം മനുഷ്യൻ. ആ മനുഷ്യനെ എത്രയെത്ര തവണയാണ് ഈ മാപ്രകൾ വളരെ നിർദ്ദയമായി യാതൊരു ദയാദാക്ഷിണ്യവുമില്ലാതെ വഴിയിൽ ഉപേക്ഷിച്ചു പോയത്. കനയ്യകുമാർ വന്നപ്പോൾ, ഹാർദിക് പട്ടേൽ വന്നപ്പോൾ, ജിഗ്നേഷ് മേവാനി വന്നപ്പോൾ, ചന്ദ്രശേഖർ ആസാദ് വന്നപ്പോൾ, ചന്ദ്രബാബു നായിഡു വന്നപ്പോൾ, അതേപോലെ നിതീഷ് കുമാർ, കെജ്രിവാൾ, മമതാ ബാനർജി, സ്റ്റാലിൻ, ഒടുവിൽ പിണറായി, പിന്നെ ധ്രുവ് റാഠി പോലും, അങ്ങനെ ഓരോരുത്തരുടെ പേരുകളും ഇങ്ങനെ വാർത്തയായി വന്നുകൊണ്ടിരുന്നപ്പോൾ രാഹുൽ ഗാന്ധി എന്ന പാവം മനുഷ്യനെ വഴിയിൽ ഉപേക്ഷിച്ച് ഇവരുടെയൊക്കെ പിന്നാലെ എന്തൊക്കെയോ സ്വപ്നം കണ്ടുകൊണ്ട് പ്രതീക്ഷ വെച്ചുകൊണ്ട് നിങ്ങൾ ഓടിപ്പോയില്ലേ? പോയതുപോലെ തന്നെ ഓരോ തവണയും തിരിച്ചു വരുമ്പോൾ ആ പാവം മനുഷ്യൻ നിസ്സഹായനായി നിങ്ങളുടെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നു. വീണ്ടും വീണ്ടും ആ മനുഷ്യനിലേക്ക് മാത്രം നിങ്ങൾ ചുരുങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പോൾ അടുത്ത ആളുടെ പേര് ഉയർന്നു വരും. ഉടനെ വീണ്ടും ആ മനുഷ്യനെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ആ ആളുടെ പിന്നാലെ പോകും. ഇതാ കഴിഞ്ഞ ദിവസം പാറ്റാക്കൂട്ടങ്ങളുടെ പിന്നാലെയും നിങ്ങൾ പോയി ആ പാവ മനുഷ്യനെ വഴിയിൽ ഉപേക്ഷിച്ചുകൊണ്ട്. അയാൾ നിസ്സഹായനായി ഇന്ത്യയിൽ എവിടെയോ നിന്ന് ആ കാഴ്ച കാണുന്നുണ്ടായിരിക്കാം. ഇത്തവണ പക്ഷേ അയാൾ തളരില്ല. അയാൾക്കറിയാം പാറ്റകളെ കൊണ്ടും കൂട്ടിയാൽ കൂടില്ല എന്ന്. പാറ്റകളുടെ പിന്നാലെ പോയ നിങ്ങൾ വലിയ താമസമില്ലാതെ അയാളിലേക്ക് തന്നെ തിരിച്ചു വരും എന്ന് അയാൾക്കറിയാം. അയാൾ ഇത് 2014 മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ. എത്രയെത്ര അനുഭവങ്ങൾ അയാളുടെ മുന്നിലുണ്ട്. ഒരിക്കൽ കനയ്യകുമാറിനെ നിങ്ങൾ വിശേഷിപ്പിച്ചത് ഇന്ത്യയിൽ ഒരു പുതിയ ചെഗുവേര ദാ പിറവികൊണ്ടിരിക്കുന്നു, മോദിക്കിനി ഉറക്കമില്ലാത്ത നാളുകളതാണ്. ചന്ദ്രശേഖർ ആസാദിനെ നിങ്ങൾ വിശേഷിപ്പിച്ചത് രാവൺ എന്നായിരുന്നു. അയാളെ ഇപ്പോൾ കണ്ടു കിട്ടാൻ പോലുമില്ല. അങ്ങനെ എത്രയെത്ര പേരിലാണ് നിങ്ങൾ പ്രതീക്ഷ അർപ്പിച്ചത്? മോദിയെ താഴെ ഇറക്കാൻ, മോദിയെ തോൽപ്പിക്കാൻ, BJPയെ ഭരണത്തിൽ നിന്ന് ഓടിക്കാൻ. അങ്ങനെ ഓരോ തവണയും ഓരോ പ്രതീക്ഷയുടെ പിന്നാലെയും നിങ്ങൾ പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒരു മനുഷ്യനോട് നന്ദികേട് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മനുഷ്യൻ്റെ പേരാണ് ആജീവനാന്ത ഭാവി പ്രധാനമന്ത്രി നമ്മുടെ പപ്പു എന്ന രാഹുൽ ഗാന്ധി. ഹേ മാപ്രേ, ഹേ മനുഷ്യ മാപ്രേ, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞൊരു സാധനമുണ്ടോ? നിങ്ങൾക്ക് ആശ്രയിക്കാനും നിങ്ങൾക്ക് വാർത്ത കിട്ടാനും നിങ്ങൾക്ക് ആശ്രയിക്കാവുന്ന ഏക വ്യക്തി എപ്പോഴും രാഹുൽ ഗാന്ധിയാണ് എന്ന സത്യമായിട്ട് തന്നെ നിലനിൽക്കുമ്പോൾ നിങ്ങൾ കണ്ട പാറ്റയുടെയും പഴുതാരയുടെയും ചെല്ലിയുടെയും ചെമ്പല്ലിയുടെയും ഒക്കെ പിന്നാലെ ഓടുന്നത് എന്തിനാണ്? അവിടെ പോയാൽ നിങ്ങൾക്ക് എന്ത് തേങ്ങ കിട്ടാനാണ്? പോയ പോലെ തന്നെ തിരിച്ചു വരും. അപ്പോഴും നിങ്ങൾക്ക് മുന്നിൽ നിസ്സഹായതയുടെ ചിരിയും അണിഞ്ഞുകൊണ്ട് ആ പാവ മനുഷ്യനെ ഉണ്ടാവൂ, രാഹുൽ ഗാന്ധി, ഇന്ത്യയുടെ ഭാവി പ്രധാനമന്ത്രി. ഇനിയെങ്കിലും പാതി വഴിയിൽ ആ മനുഷ്യനെ ഉപേക്ഷിച്ചിട്ട് ഒന്നിൻ്റെയും പിന്നാലെയും പോവരുത്. പട്ടടയിൽ ഒടുങ്ങും വരെ ഭാവി പ്രധാനമന്ത്രി എന്ന സ്വപ്നവുമായിട്ടെങ്കിലും ആ മനുഷ്യൻ ഒന്ന് ജീവിച്ച് തീർന്നോട്ടെ.